ഇവിടെ ഈ കട്ടച്ചിറ പള്ളിക്ക് വേണ്ടിയിട്ട് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും അതുപോലെ ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാരും ഉള്ളതായ ബെഞ്ചിൽ നിന്നും പ്രത്യേകമായ ഉത്തരവുണ്ട്. ആ സെമിത്തേരിയില് ഇടവകൾക്ക് പ്രവേശിക്കാനുള്ളതായ ഓർഡറുണ്ട്. ഇത് കൂടാതെ അതിന്റെ കൂടെ പശ്ചാത്തലത്തിൽ കേരളം ഗവൺമെന്റ് പുറപ്പെടുവിച്ചതായ സെമിത്തേരി ബില്ലുണ്ട്. ഈ ബില്ലെല്ലാം പറയുന്നത് ഹിന്ദുക്കൾക്ക് അനുയാത്ര ചെയ്യാമെന്നാണ് പറയുന്നത്. അനുയാത്ര ചെയ്യാം, പ്രാർത്ഥനകൾ പൂർത്തീകരിച്ച്. ഇത് പ്രാർത്ഥനകൾ കൃത്യമായി മുന്നോട്ടുള്ളതായ നമ്മുടെ സുൽത്താന കേന്ദ്രത്തിലെ പള്ളി കാപ്പലി വെച്ച് പൂർത്തീകരിച്ച് തൈലമൊഴിച്ച് മണ്ണിട്ട് പെട്ടി അടച്ച് ആ പെട്ടി എടുത്തോണ്ട് വരുന്നത്. അല്ലാതെ നമ്മളോട് കർമ്മവും ചെയ്യാൻ വന്നിട്ടില്ല, നമ്മളവിടെ അധികാരവും എടുക്കാൻ വന്നിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ ആ പള്ളിയുടെ കോമ്പൗണ്ടിൽ ആ കണ്ടറയിൽ ഞങ്ങൾ ചിന്തിക്കുകയാണ്, ഞങ്ങൾ വൈദികർ ജീവനോടുള്ളതുകൊണ്ടാണ് അവിടെ കയറാൻ പറ്റാത്തത്. ഞങ്ങൾ ലോകക്കാരായ വൈദികർക്ക് അല്ലെങ്കിൽ ബന്ധുക്കളായ വൈദികർക്ക് ജീവൻ ഉണ്ടെങ്കിലൊക്കെ ഞങ്ങൾ മരിച്ചാൽ എല്ലാ വസ്ത്രങ്ങളോടും കൂടി ഞങ്ങളെ അടക്കുന്ന മണ്ണാണ്. ആ അടക്കേണ്ടുന്ന മണ്ണില് ജീവനോടുള്ള ഞങ്ങൾക്ക് അവിടെ പ്രവേശിക്കാൻ സാധിക്കില്ലെന്ന് പറയാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് എന്ത് ഉത്തരവാണുള്ളത്? ഒരു ഉത്തരവുമില്ല. അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഞങ്ങളെ താക്കീത് ചെയ്യാം, നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ റോഡ് പറയേണ്ടി വരും, കോടതി പറയേണ്ടി വരും എന്ന് പറയാം. ഈ സ്ത്രീകളെ കുട്ടികളെയും കയ്യേറ്റം ചെയ്യാനായിട്ട് 11, 13 വയസ്സുള്ള 2 കുട്ടികൾ, ഒരു എമിലെന്ന് പറഞ്ഞ്, അത് ഈ മരിച്ച പയ്യന്റെ അപ്പന്റെ സഹോദരന്റെ മകനാണ്. ഷോണ എന്ന് പറഞ്ഞ മകൻ 13 വയസ്സുണ്ട്. ആ കുഞ്ഞിന്റെ മുഖത്തടിച്ചു, അതിന്റെ ചുണ്ട് മുറിഞ്ഞ് ചോര വന്നു. അതിക്രൂരമായ ഭാഷയുടെ കുട്ടികളോട് പെരുമാറുന്ന സംസാരിക്കുന്നില്ല. ഇതിലെന്ന് പറഞ്ഞ പയ്യൻ 11 വയസ്സുള്ള കൊച്ചു പയ്യനാണ്. അവന്റെ ചെള്ളക്കടിച്ചു. അവന്റെ പെങ്ങളാണ് സ്നേഹം. അവള് വീട് കണ്ടിട്ട് അവൻ ഓടി വന്നതാണ്. അവന്റെ പത്തിനാണ് ഷോൺ. ഇതിനെല്ലാം ബന്ധുക്കളും സുഹൃത്തുക്കളും സഹോദരങ്ങളുമായിട്ടുള്ളവർ. ഇവരെയൊക്കെ ഉപദ്രവിക്കാണ്ട് ഓടി വരുന്ന മനുഷ്യനെല്ലാം അതിക്രൂരമായ രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും ചെറിയ അഭിഷേകം നടത്തുകയും ചെയ്യാൻ ഇവർക്ക് എന്ത് പർപ്പസായി ഇവർക്ക്? ഇത് ലക്ഷ്യം എന്തായിരുന്നു? ഇതിലെന്ത് നീതിയാണ് നടപ്പിലാക്കുന്നത്? എന്തിന്റെ കാവലാവസ്ഥ മാറുന്നു? പോലീസ് ഉദ്യോഗസ്ഥര് എന്താണ് അവർ ചെയ്തത്? അവര് ആ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരു 16 വയസ്സുള്ള കുഞ്ഞ് ആകസ്മികമായ ഒരു അപകടത്തിലൂടെ വേർപെട്ട് വേദനയോടെ കടന്നു വരുന്ന ഒരു ജനസമൂഹമാണെന്നുള്ളതായ ഒരു വൈകാരികമായ അന്തരീക്ഷം എന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള സമചിത്തതയും പക്വതയും ഈ പോലീസ് ഉദ്യോഗസ്ഥർ കാണിച്ചിരുന്നത്. ഇവർ ഈ ഉദ്യോഗസ്ഥർക്ക് ഈ യൂണിഫോം കൊടുത്ത് ഇതിലേക്ക് വിട്ടിരിക്കുന്നത് ഈ സ്ത്രീകളെ കുട്ടികളെ അടിച്ചമർത്താൻ ഇതൊക്കെ ആരെ ഓർഡർ കൊടുത്തേ? SP ഓർഡർ കൊടുത്തോ? RD ഓർഡർ കൊടുത്തോ? അതോ DSP ഓർഡർ കൊടുത്തോ? അതല്ലെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടർ ഓർഡർ കൊടുത്തു? ആരുടെ വേറെ ഓർഡർ കൊടുത്ത്? അല്ലെങ്കിൽ ഗവൺമെന്റ് ഉത്തരവ് കൊടുത്തിട്ടുണ്ടോ? അത് പോലീസിന്റെ പ്രത്യേകമായി സ്പെസിഫിക് ഓർഡർ ഉണ്ടോ? ഇത് വന്നേക്കുന്നവരെ മൊത്തം അടിച്ച് പുറത്താക്കണമെന്ന് ഇതൊക്കെ ആരാ ഓർഡർ കൊടുത്തിരിക്കുന്നത്? ഇവിടെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ഇടപെടാൻ റൈറ്റ് ഉണ്ട്. നമുക്ക് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഇല്ലല്ലോ അവിടെ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.